സമാധാനത്തിന് വേണ്ടിയുള്ള ആഹ്വാനവുമായി വിശുദ്ധ നാടും പുതുവർഷത്തിലേക്ക് പ്രവേശിച്ചു. സമാധാനം കർത്താവായ യേശുവിൽ നിന്നാണ് വരുന്നതെന്നുള്ള വലിയ സത്യമാണ് കർത്താവ് നിങ്ങൾക്ക് സമാധാനം തരട്ടെ എന്ന ഫ്രാൻസിസ്കൻ അഭിവാദ്യവാചകം പറഞ്ഞു വെക്കുന്നതെന്ന് ദൈവമാതാവിൻ്റെ തിരുനാൾ ദിവസം വിശുദ്ധ കുർബാന അർപ്പിച്ച വേളയിൽ ജെറുസലേം പാത്രിയാർക്കീസ് കർദിനാൾ പിയർ ബറ്റിസ്റ്റ പിസബെല്ല പറഞ്ഞു. അന്നേ ദിനം 57ാമത് ലോക സമാധാന ദിനം കൂടിയായിരുന്നു. ജെറുസലേമിലെ കത്തീഡ്രൽ ദേവാലയത്തിലാണ് ലോക സമാധാന ദിനത്തിൻ്റെയും വർഷാരംഭത്തിൻ്റെയും സ്മരണയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെട്ടത്. വത്തിക്കാനിൽ നിന്നെത്തിയ കർദിനാൾ ഫെർണാണ്ടോ ഫിലോണി സഹകാർമ്മികരിൽ ഒരാളായിരുന്നു. എല്ലാ വ്യക്തികളുമായുള്ള ബന്ധത്തിൽ സ്വാതന്ത്ര്യം കൊണ്ടുവരിക, മതവംശ മതിൽക്കെട്ടുകളുടെ പുറത്തു വരിക എന്നിവയാണ് ക്രൈസ്തവരെ സംബന്ധിച്ചുള്ള ദൗത്യമെന്ന് പ്രയാസമേറിയ ഈ അവസരത്തിൽ തനിക്ക് കൂടുതൽ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് പാത്രിയാർക്കീസ് തൻ്റെ സന്ദേശത്തിൽ പറഞ്ഞു. സമാധാനത്തിന് വേണ്ടിയുള്ള ആഹ്വാനം വർഷാവസാനവുമായി ബന്ധപ്പെട്ട് നടന്ന ചടങ്ങുകളിലും മുഴങ്ങിക്കേട്ടിരുന്നു. വിശുദ്ധ നാട്ടിൽ നിന്ന് യേശുക്രിസ്തുവിൻ്റെ മുഖം ലോകത്തിന് കാണിച്ചു നൽകുന്നത് നാം തുടരണമെന്നും വിശുദ്ധ നാട്ടിലെ സ്ഥലങ്ങൾ യേശുക്രിസ്തുവിന് സാക്ഷ്യം നൽകുന്ന ഇടങ്ങളാണെന്നും വിശുദ്ധ നാട്ടിലെ കസ്റ്റോസ് പദവി വഹിക്കുന്ന ഫാദർ ഫ്രാൻസിസ്കോ പാറ്റൺ പറഞ്ഞു. ഈജിപ്തിൽ നിന്ന് തിരികെ എത്തി തിരുക്കുടുംബത്തിന് യൗസേപ്പ് പിതാവ് ഇടമൊരുക്കിയ നസ്രത്തിലെ പുരാതന സ്ഥലത്ത് ഫാദർ ഫ്രാൻസിസ്കോ പാറ്റനും വിശുദ്ധ കുർബാന അർപ്പിച്ചിരുന്നു.